സൂപ്രണ്ട് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ സുനിൽകുമാർ കത്ത് നൽകി. മെഡിക്കൽ കോളേജിൽ തുടർച്ചയായി വിവാദങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് കത്ത്. പ്രിൻസിപ്പലിനാണ് കത്ത് നൽകിയിട്ടുള്ളത്. ഷിജോ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഷിജോ, കത്തിൽ എന്ത് കാരണം കൊണ്ട് മാറ്റണം എന്നാണ് പറയുന്നത്? അജിംസ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗത്തിലെ ഡോക്ടറാണ് ഡോക്ടർ സുനിൽകുമാർ. കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായിട്ട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടായിട്ട് സേവനമനുഷ്ഠിച്ച് വരികയാണ്. തുടർച്ചയായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പലവിധമായിട്ടുള്ള വിവാദങ്ങളിൽ ചെന്ന് ചാടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു മേൽത്തട്ടിലേക്ക് ചെന്ന് ഇതിൻ്റെ ആരോപണങ്ങളെല്ലാം ചെന്ന് പതിക്കുന്നത് സൂപ്രണ്ടിലേക്കാണ്. അപ്പോൾ അങ്ങനെ തുടർച്ചയായിട്ട് വിവാദങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് ഡോക്ടർ സുനിൽകുമാർ സൂപ്രണ്ട് സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റണം എന്നുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു താല്പര്യം പ്രിൻസിപ്പലിനെ അറിയിച്ചതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ അദ്ദേഹം സുനിൽകുമാർ സൂപ്രണ്ട് പ്രിൻസിപ്പലിന് അയച്ച കത്തിൽ പറയുന്നത് ന്യൂറോ വിഭാഗത്തിൽ തൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ ന്യൂറോ സംബന്ധമായിട്ട് ഒരു ശസ്ത്രക്രിയ കയറി കഴിഞ്ഞാൽ മണിക്കൂറുകൾ ആ വിഭാഗത്തിൽ ചെലവഴിക്കേണ്ടി വരുന്നു. അതിനുശേഷം സൂപ്രണ്ട് ജോലിയോട് വരുമ്പോൾ അമിത ഭാരം തനിക്കുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ സൂപ്രണ്ട് സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നുള്ളൊരു കാര്യമാണ് കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം അത് അങ്ങനെ മാത്രമല്ല, നേരത്തെ തന്നെ ഡോക്ടർ സുനിൽകുമാറിനെ സൂപ്രണ്ട് സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനെ കുറിച്ചുള്ള ആലോചന പ്രിൻസിപ്പൽ തലത്തിലും DME തലത്തിലുമൊക്കെ നടന്നിരുന്നു. അന്ന് മറ്റു പല വിവാദങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ടായതിനെ തുടർന്നുകൊണ്ട് സൂപ്രണ്ടിനെ മാറ്റാതിരിക്കുകയാണ് ചെയ്തത്. ഇതിപ്പോൾ സൂപ്രണ്ട് തന്നെ അവിടുന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രിൻസിപ്പലിന് ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്. അമിത ജോലിഭാരം കാരണം തനിക്കത് തന്റെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂപ്രണ്ട് ഇപ്പോൾ കത്ത് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് അടുത്ത കാലത്തായിട്ടുണ്ടായിട്ടുള്ള മെഡിക്കൽ കോളേജിലെ പല വിവാദങ്ങൾ, ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ തുറന്നു പറച്ചിൽ, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കാർഡിയോളജി വിഭാഗം മേധാവി കത്ത് കൊടുത്തത്, കഴിഞ്ഞ ദിവസം ഈ പ്രിൻസിപ്പലും അതുപോലെ തന്നെ സൂപ്രണ്ട് ഒരു വാർത്താ സമ്മേളനത്തിലിരിക്കെ DME ഫോൺ വിളിച്ചത്, അങ്ങനെ അടക്കമുള്ള കാര്യങ്ങളിൽ നിരവധി വിവാദങ്ങളിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ട് ഡോക്ടർ സുനിൽകുമാർ ചെന്ന് ചാടിയിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ ഇങ്ങനൊരു വിവാദമുണ്ടായ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഡോക്ടർ ഈ പറയുന്ന രീതിയിൽ തന്നെ സൂപ്രണ്ട് സ്ഥാനത്ത് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് കൊടുത്തതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അതിനകത്ത് ഉടൻ തന്നെ ആരോഗ്യമന്ത്രിയും അതുപോലെ തന്നെ DMEയും പ്രിൻസിപ്പലും ഒരു തീരുമാനമെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ആവശ്യം പരിഗണിക്കാനാണ് സാധ്യത നിലവിൽ കാണുന്നത്. അജിത്. ശരി ഷിജോ.